ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു പെരുന്നാൾ തലേന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ എണീച്ച് ഫുഡായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തീരെ സമയമായി. നമ്മളിപ്പോ ഒരു വ്ലോഗ് എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാളത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. അതെ, നമുക്ക് ഇന്ന് ചെയ്യാനുള്ളൊരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഈ വ്ലോഗ് എടുക്കണം, എഡിറ്റ് ചെയ്യണം, പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, കൊടുവള്ളി പോകാൻ. അതൊക്കെ കാണിക്കും. നാളേക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കണം, ഒരു പുഡിങ്ങാണ് വിചാരിക്കുന്നത്, അത് ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുന്നതുണ്ട്. രാത്രി വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ പായസത്തിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാവും, പിന്നെ ബിരിയാണി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതെ, നമ്മളെല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് കൂടെ കൂടി കൊടുക്കും. അതെ, അപ്പൊ അതൊക്കെ ആയിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു വ്ലോഗ് എടുത്താൽ നിൽക്കാണ്. അത് ഫിനിഷ് ആക്കിയിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ 2:20 നമ്മളുടെ ബസ്. നമ്മൾ കൊടുവള്ളിക്കാണ് പോകുന്നത്. നമുക്ക് ഇന്നലെ ഫുൾ A+ റിസൾട്ട് വന്നത്, ഫുൾ A+ റിസൾട്ട് വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് മധുരം കഴിക്കണം. അപ്പോൾ അവിടെ സൈൻലബാനുണ്ട്, ബൺഫാസ്റ്റ് ഉണ്ട്. അവിടെ ഏതാണ് നമ്മൾ അവിടെ എത്തി ചൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പോയിട്ട് കുറച്ച് അധികം വലിയൊന്നും നമ്മൾ കഴിക്കുന്നില്ല, കാരണം അത്രത്തോളം മധുരം കഴിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ വരും, നല്ലോണം പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത്രത്തോളം നമ്മൾ മധുരം കഴിക്കുന്നില്ല, കുറച്ച് ചെറിയ പോർഷൻ വാങ്ങാം. ഇനിയിപ്പോൾ അതിൽ തന്നെ നമുക്ക് അധികം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മധുരം, പെട്ടെന്ന് മധുരം പിടിക്കും. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം, അവിടുന്ന് കഴിക്കാം. എന്നിട്ട് വന്നിട്ട് നമുക്ക് ഒരു പുഡിങ് ഉണ്ടാക്കേണ്ട സംഭവമുണ്ട്. വരുന്ന നമ്മൾ സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ വ്ളോഗിങ് ഒക്കെ കഴിഞ്ഞു, നല്ല ക്ഷീണിച്ചിട്ട്, സത്യം നല്ല ക്ഷീണിച്ചു, നല്ല ചൂടാണ് അവിടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഫാനിൻ്റെ സൗണ്ട് ഉണ്ടാവും അറിയാം, എന്നാലും ഫാൻ ഓഫാക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. വേർത്തൊരു കോലായിട്ടുണ്ട്. സോ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കൊടുവള്ളി പോവാണ്. അപ്പം എന്തിനാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ വയ്യാലെ പറയുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു സെലിബ്രേറ്റ് ചെയ്യാനാണ് പോകണമെന്നുള്ളത്. അന്നപ്പോ മനസ്സിലാവുന്നോ എന്തെങ്കിലും ഒന്ന് കഴിക്കാനായി. ഇതാണ് ഞങ്ങൾ രണ്ടും സൈലബാലേക്കാണ് നമ്മൾ വന്നത്. സംഭവം നമ്മൾ ഇതിനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മള് സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിനായിട്ട് വന്നത്. അപ്പൊ നോക്കൂ, കഴിക്കാൻ ഫിറ്റ്, എല്ലാരും ഫിറ്റ് ഓൾറെഡി കാണിച്ചല്ലോ. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്ത് വരാം. സോ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര കൂടുതലായ കാരണമാണ് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. സോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ. സോ ഗൈസ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് പിസ്താഷിയോ നുട്ടല്ല ലൂ ആയിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ്. 350 റുപ്പീസിന് വേർത്ത് ആയിട്ടുള്ളൊരു ഒന്നാണിത്. കാരണം രണ്ടാൾക്കൊന്നും ഇത് ഒരിക്കലും കഴിച്ചു തീർക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു 3-4 ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ. മധുരം ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ കഴിയാം. പക്ഷെ എന്തായാലും ട്രൈ ചെയ്യുക. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കുന്നു, അടിപൊളിയാണ്.
നമ്മൾ കഴിച്ചു തീർന്നു. മധുരം കഴിക്കാൻ പറ്റുന്നില്ല. നാലാൾക്കാർ കൂടിയിട്ടാണ്. ഇപ്പൊ രണ്ടാൾക്കാരാണ്. പിന്നെ കുറച്ചും കൂടി മധുരം കൂട്ടാൻ വേണ്ടി ഞാൻ ഇതിന്റെ അടിയിൽ ഈ ഒരു ശബ്ദത്തിന് എനിക്ക് മനസ്സിലാവില്ല. എല്ലുകളുടെ അത്രയും മധുരമാണ് തോന്നുന്നു. ഇത് സ്ട്രോബെറിന്റെ പീസസ് ആയിട്ടുണ്ട്. എന്തായാലും എല്ലാം കൂടെ ആയിട്ട് മൊത്തം പിടിയെന്ന് പറയില്ലേ. ഇവിടെ തിന്നാൻ കഴിഞ്ഞില്ല. എന്നാലും ബാക്കി നമ്മൾ ബാഗിലിട്ട് കൊണ്ടുവരികയാണ്. കാരണം കഴിയില്ല. നമ്മൾക്ക് നടക്കട്ടോ ബസ് സ്റ്റോപ്പിൽ. ഇത്രേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മള് സൈലബാലൊക്കെ പോയി ഇറങ്ങി പോകുന്ന ആ പെരുന്നാളിനനുസരിച്ചുള്ള എല്ലാ സാധനവും വാങ്ങിയിടും. നല്ല മഴേന്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങിക്കും. സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുവരത്തില്ല. അത് നമ്മൾ കുറച്ച് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നടക്കാനുള്ളൂ. ഇനി എന്തായാലും നമ്മളെ ബാക്കി വീഡിയോസ് വരുന്നതാണ്. റോഡാണ്, നോക്കി നടന്നില്ലേല് ചീത്തയൊക്കെ. നാളെ പെരുന്നാളിന് വരാം. ഓക്കെ, ശരി. നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ വീട്ടിലെത്തി. കാണുമ്പോൾ നല്ല വരത്തുണ്ട് കേട്ടോ. നല്ല ചൂടായിരുന്നു. സത്യം പറഞ്ഞാൽ ചൂട് സഹിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്താക്കി, പെട്ടെന്ന് വേഗം വന്നതാണ്. നമ്മൾ ഇറങ്ങിയത് ഇവിടുന്ന് 2:15 ഇപ്പോൾ 4:45. ഇപ്പം പെട്ടെന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അധികം നേരമൊന്നും നിന്നില്ല. നമ്മൾ കാല് ഏതെടുക്കണ്ടേ. പിന്നെ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം അങ്ങനെ ഞാനും എത്തി. നമ്മള് ഇന്നത്തെ പരിപാടി, ബാക്കി പരിപാടിയിലേ നോക്കാണ്. സത്യം പറഞ്ഞില്ല. സത്യം പറഞ്ഞ സൈലബ കഴിച്ച് സൈഡായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ചെയ്യണം. പെരുന്നാളായോണ്ട് അത് വേറെ വരും. നമുക്ക് വെറുതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് മാറ്റിയേക്കും. ഈ പരിപാടിക്ക് ഇന്ന് പോയില്ല. അപ്പൊ പെരുന്നാളായതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയേ പറ്റും. എന്തായാലും നമുക്ക് എന്താ ചെയ്യാം, അത് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് രണ്ടാമത് ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആണല്ലോ. ബട്ടർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മള് പറഞ്ഞില്ല. അതിന് വേണ്ടി നമ്മൾ ആടത്തെ നമ്മൾ തീരുമാനിച്ചത് ബട്ടർ പുഡിംഗ്. നമ്മളതിനെ കുറച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചില്ല. അതെ, ബട്ടർ പുഡിംഗ് അടിപൊളിയാണ് എന്നാണ് വീഡിയോയിൽ കാണുന്നത്. എന്റെ കസിൻ ഉണ്ടാക്കിയിരുന്നു. അത് ഒരു സൽക്കാരത്തിനാണ് ഈ ഒരാഴ്ച ഉണ്ടാകും. അത് നല്ല ടേസ്റ്റ്. രണ്ടെണ്ണം ഉണ്ടാക്കി. നമ്മളൊന്ന് കുനാഫയും ഒന്ന് ബട്ടർ ഉണ്ടാക്കി. കുനാഫ നല്ല ടേസ്റ്റ് ഉണ്ട്, ബട്ടർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓള് കുനാഫാണ് ഓള് ഈ പ്രാവശ്യം പെരുന്നാൾ ഉണ്ടാക്കുന്നത്. ബട്ടർ ഉണ്ടാക്കും. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടർക്ക് ഭയങ്കര ഇഷ്ടമായി. അതിപ്പോ ഡീറ്റെയിൽ കഥ വയ്യാതെ വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും പ്രിപ്പറേഷൻ കാണാം. അത് ഞങ്ങളൊന്ന് വീഡിയോ കണ്ടുവരാം. സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ പാല്, 20 ഗ്രാം ചൈനഗ്രാസിന് എടുത്തത്. ഇത് കട്ടിയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല. ഞാനൊരു 15 ഗ്രാം ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ഫ്രഷ് ക്രീം, കസ്റ്റാർഡ് പൗഡർ, അൺസാൾട്ടഡ് ബട്ടർ, മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ബ്രെഡ്. ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു എന്താ പറയാ, സോ ഗൈസ്, ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായി ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ബ്രെഡും കസ്റ്റാർഡും ഇട്ട റെഡി. ഓക്കെ അല്ലേ? സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.